ചൂരൽമലയിലായിരിക്കാം പ്രധാനമന്ത്രി കൂടുതൽ സമയം ചെലവഴിക്കുക. അവിടെ ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായ ആളുകളെ, അതിൽ നേതൃത്വം നൽകിയ ആളുകളുണ്ടാകും, സേനാ വിഭാഗങ്ങളുണ്ടാകും. അവരുമായി പ്രധാനമന്ത്രി കുറച്ച് സമയം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം, ആ ഘട്ടത്തിൽ ദൗത്യത്തിൽ പങ്കെടുത്തവർ, അവരോടൊക്കെ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ക്യാമ്പിലുള്ളവരും ചികിത്സയിലുള്ളവരുമായ ആളുകളെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്. സ്കൂൾ റോഡിലേക്കും പ്രധാനമന്ത്രി പോകുന്നുണ്ട്. നമുക്കറിയാം അവിടുത്തെ വെള്ളാർമല VHS ആ സ്കൂൾ റോഡ് ചൂരൽമലയിൽ നിന്ന് കുറച്ചകത്തേക്ക് പോകുമ്പോഴാണ് സ്കൂൾ റോഡ് ഉള്ളത്. ആ സ്കൂളിന് മുന്നിലൂടെയുള്ള റോഡ്, അതിന് ഇരുവശത്തും വലിയ ജനവാസ മേഖലയായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും മൺകൂമ്പാരമായി മാറിയിട്ടുണ്ട്. നിരവധി പേരെയാണ് അവിടെ നിന്നും ഇനിയും കണ്ടുകിട്ടാനുള്ളത്. ആ ഇരുവശത്തും ഉണ്ടായിരുന്ന വീടുകളാകെ തകർന്നിട്ടുണ്ട്. സ്കൂൾ റോഡ് അപ്പാടെ തകർന്നു. സ്കൂള് ഏതാണ്ട് അതിൻ്റെ പല ഭാഗവും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. സ്കൂളിൻ്റെ പരിസരത്തു നിന്നൊക്കെ നിരവധി മൃതദേഹങ്ങളായിരുന്നു തെരച്ചിലിൽ കണ്ടെത്തിയത്. ആ സ്കൂൾ റോഡിലൂടെ പ്രധാനമന്ത്രി കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ജനവാസ മേഖലയായിരുന്നു. വീടുകളാകെ തകർന്നിട്ടുണ്ട്. അവിടെ അവശേഷിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവനോപാധികൾ, വാഹനങ്ങളടക്കം ഒഴുകിപ്പോവുകയും ചെയ്തു. പലരും ക്യാമ്പുകളിൽ നിന്ന് ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. അതിൻ്റെ ഭാഗത്തൊരു കാപ്പി എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകൾ ആ കാപ്പി തോട്ടത്തിലൂടെ മുകളിലേക്ക് കയറിയാണെന്ന് രക്ഷപ്പെട്ടത്. ആ റോഡ് നേരെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കാൻ പറ്റുന്ന റോഡ് കൂടിയാണ്. അതിലെ കുറച്ച് ദൂരം പ്രധാനമന്ത്രിയും സംഘവും മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളാർമല സ്കൂളിൻ്റെ പരിസരത്തേക്ക് പ്രധാനമന്ത്രി പോകുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ തകർന്ന സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കാണാനും കഴിയും. വ്യോമ നിരീക്ഷണത്തിൽ ആ സ്കൂളിൻ്റെ മുകളിലൂടെ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പറന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ ആ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ നിൽക്കുന്ന ചെറിയ ജംഗ്ഷനിലൂടെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കണ്ടു. ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്താൻ ഇനിയും കുറച്ച് സമയം മതിയല്ലോ അല്ലേ? വിജയകുമാർ, നിലവിൽ അത് പുത്തുമല, പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പുത്തുമല പിന്നിട്ടിട്ടുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ ദൂരം കൂടി മാത്രമേ ഇനി സഞ്ചരിച്ചാൽ മതിയാകും. നേരെ നീലിക്കാപ്പ്, അത് കഴിഞ്ഞാൽ ചൂരൽമലയിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും ഒപ്പം അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആളുകളും അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ തന്നെ വ്യോമ നിരീക്ഷണം ഈ മേഖലയിൽ നടത്തിയതാണ്. കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് ചൂരൽമലയിലേക്ക് എത്തുന്നു. ബെയിലി പാലം, അത് കടന്നും അദ്ദേഹം മുന്നോട്ട് പോകും. മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയോ വെല്ലുവിളിയോ ഇല്ല എങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അത് SPGയുടെ തീരുമാനത്തിനനുസൃതമാണ്. അതുകൂടി പരിഗണിച്ചാണ് പ്രധാനമന്ത്രിയും അന്തിമമായി അവിടുത്തെ സന്ദർശനങ്ങൾ പൂർത്തീകരിക്കുക. അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരികെ വരികയും ആളുകളെ, അതായത് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഉൾപ്പെടെ കാണുകയും ഒപ്പം കളക്ടറേറ്റിലെ യോഗത്തിലടക്കം പങ്കെടുക്കുകയും ചെയ്യുക. കേരളത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിനെ കുറേ കൂടി, ഈ ദുരന്തം ദേശീയ തലത്തിൽ ഇതിനകം ശ്രദ്ധ ആകർഷിച്ചത് തന്നെയാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന് ദേശീയ തലത്തിൽ കുറേ കൂടി ശ്രദ്ധ കൈവരുന്നു. മറ്റൊന്ന്, പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ് ദുരന്തഭൂമിയിൽ എത്തുന്നത്. അപ്പോൾ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നതടക്കം അങ്ങോട്ടേക്ക് നഷ്ടപരിഹാര പാക്കേജ്, അങ്ങനെ പുനരധിവാസ പാക്കേജ് എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൻ്റെ ഒരു സഹായം എന്നത് വളരെ അനിവാര്യം തന്നെയാണ്. അതൊരു വലിയ പാക്കേജായി തന്നെ കേരളത്തിന് ലഭ്യമാകും എന്ന പ്രതീക്ഷ പൊതുവെ സംസ്ഥാനം ഇപ്പോൾ വെച്ചു പുലർത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള കേന്ദ്ര പാക്കേജ് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരികയുള്ളൂ. സംസ്ഥാനം തന്നെ പുനരധിവാസത്തിന് വേണ്ടി മാത്രമായി പ്രത്യേക പാക്കേജ്, അതുകൂടാതെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെയായി പാക്കേജ്, നഷ്ടപരിഹാര പാക്കേജ് എന്ന നിലയ്ക്ക് തന്നെ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ, അതായത് പല കാരണങ്ങളുണ്ട്. പ്രധാനമന്ത്രി കൂടി ഇവിടെ സന്ദർശിക്കുമ്പോൾ ദുരന്തബാധിതരായ മനുഷ്യർ, അതിൽ ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ഇരകളാവുകയും അതിനെ മറികടക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രാജ്യം അവരെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു സന്ദേശം അതിലൂടെ നൽകുന്നുണ്ട്. മറ്റൊന്ന്, കേരളം സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് ആ ഒരു സാന്ത്വനപ്പെടുത്തലിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരു പാക്കേജായി തന്നെ, അതായത് സാമ്പത്തികമായി കേരളം സ്വാഭാവികമായും ഈ തുടർ പ്രവർത്തനങ്ങൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, പുനരധിവാസ പാക്കേജിൽ ഒക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അത് കുറേ കൂടി ഏത് കാറ്റഗറിയിലാണ് കേന്ദ്രം അതിനെ നോക്കിക്കാണുക, ഏത് തരത്തിലുള്ള പാക്കേജാവും നൽകുക എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായി അതിൽ കൂടുതൽ പ്രതീക്ഷ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്.
അതുതന്നെയാകും സംസ്ഥാനം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച്, അതായത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്നു എന്നതുകൊണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടങ്ങളിലായി നഷ്ടപരിഹാരം സംബന്ധിച്ചും അല്ലെങ്കിൽ അതിൽ പാക്കേജുകളായി പ്രതീക്ഷിക്കുന്നത് സംബന്ധിച്ചുമൊക്കെ കണക്കുകൾ തയ്യാറാക്കുകയും കേന്ദ്രത്തിന് കൃത്യമായി കൈമാറുകയും ചെയ്യേണ്ടതുണ്ട്. നേരത്തെ റവന്യൂ മന്ത്രി കെ രാജനടക്കം അക്കാര്യത്തിൽ പറഞ്ഞത് തുടർച്ചയായി ആ കാര്യത്തിൽ കേന്ദ്രവുമായി ആശയവിനിമയം നടത്തുകയും ഈ തുക ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനം കണക്കുകൾ കൃത്യമായി തന്നെ നൽകണം, അല്ലെങ്കിൽ നഷ്ടം സംബന്ധിച്ചും പുനരധിവാസം സംബന്ധിച്ചൊക്കെ കണക്കുകൾ ആയി തന്നെ ആപ്ലിക്കേഷൻസ് ആവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിൽ എത്തേണ്ടതുണ്ട്. അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. ആ നിലയ്ക്ക് ഇതിൻ്റെ ഒരു ആഘാതം നേരിട്ട് അദ്ദേഹം വ്യോമനിരീക്ഷണത്തിനോട് ഇതിനകം കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൂടാതെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം ശേഖരിക്കുകയും ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇത് കൂടാതെ അദ്ദേഹം നേരിട്ട് തന്നെ ദുരന്തബാധിത സ്ഥലത്തേക്ക്, അതായത് പരമാവധി എത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് സാധാരണഗതിയിൽ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായി നമ്മൾ എടുത്തു കാണേണ്ട കാര്യം. അതായത് ബെയിലി പാലം ഉൾപ്പെടെ, അതായത് സേന വലിയ ദൗത്യത്തിലൂടെ പൂർത്തീകരിച്ച ബെയിലി പാലം, ഒപ്പം ആ ദുരന്ത ഭൂമിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് തന്നെയാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രധാനമന്ത്രി എത്തിച്ചേരാൻ സാധ്യം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അതിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഒരു പ്രധാനമന്ത്രി എവിടം വരെ എത്തിച്ചേരാമോ, ദുരന്ത ഭൂമിയുടെ ഏത് അറ്റം വരെ എത്തിച്ചേരാമോ അത്രയും അറ്റം വരെ, അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വരെ അദ്ദേഹം എത്തിച്ചേരുന്നു എന്നതുകൂടി കാണണം. അതായത് സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ആ നിലയ്ക്ക് കുറെ കൂടി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കൃത്യമായി ഇതിനകം ബോധ്യപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം സംസ്ഥാനം കൂടി കൃത്യമായി രേഖകളിലൂടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടി പ്രധാനമാണ്. പ്രധാനമന്ത്രി വന്നതുകൊണ്ട് മാത്രമല്ല, രേഖകളിലൂടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഒപ്പം ആളുകളെ അദ്ദേഹം നേരിൽ കാണുന്നുണ്ട്. ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ, മൂപ്പൻസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ അദ്ദേഹം കാണുന്നുണ്ട്. ഒപ്പം അദ്ദേഹം ഈ അവലോകന യോഗം എന്ന നിലയ്ക്ക് ഉള്ള കളക്ടറേറ്റിലെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ക്യാമ്പിൽ അദ്ദേഹം ആളുകളെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ ക്യാമ്പിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ദുരിതബാധിതരുമായി നേരിട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം സ്വാഭാവികമായും 2-3 തലങ്ങളിൽ കാണണം. ഒന്ന്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ ദുരിതം അനുഭവിച്ച നമ്മുടെ നാടിനെ ഒന്നാകെ ആശ്വസിപ്പിക്കാൻ, അല്ലെങ്കിൽ ദുരിതബാധിതരെ പ്രത്യേകിച്ച് ചേർത്ത് പിടിക്കുന്നു എന്നൊരു സന്ദേശം അതിലുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അങ്ങോട്ടേക്കുള്ളത് വളരെ പ്രധാനമാണ്. അതായത് തുടർന്ന് അങ്ങോട്ടേക്ക് പുനരധിവാസം ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട്, അതിൽ കേന്ദ്ര വിഹിതം എന്ന നിലയ്ക്ക് നമുക്ക് എത്രത്തോളം തുക ലഭ്യമാകും, അത് നമ്മൾ കുറെ കൂടി ഉയർന്ന തലത്തിൽ അത് പരിഗണിക്കപ്പെടും എന്ന പ്രതീക്ഷ ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് കൂടുതൽ ഉയർന്ന തലത്തിലുള്ള കേന്ദ്ര പരിഗണന സ്വാഭാവികമായി തന്നെ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന മന്ത്രിമാരൊക്കെ നേരത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് വ്യക്തത വന്നതോടുകൂടി മന്ത്രിമാരൊക്കെ ആ കാര്യങ്ങൾ, സംസ്ഥാനത്തെ മന്ത്രിമാരും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. റവന്യൂ മന്ത്രി പ്രത്യേകമായി തന്നെ ആ കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടും, പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ വിപുലമായ തുടർ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പദ്ധതി മുതൽ അങ്ങോട്ടേക്ക് സംസ്ഥാനം നേരിടാൻ പോകുന്ന വലിയ സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിന് കേന്ദ്രം അർഹമായ പരിഗണനയും കേന്ദ്രവിഹിതവും സംസ്ഥാനത്തിന്, അല്ലെങ്കിൽ ന്യായമായതും അർഹിക്കുന്നതുമായ കേന്ദ്രവിഹിതം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നു, അല്ലെങ്കിൽ കരഗതമാകാൻ പോകുന്നു. അത്തരമൊരു സാധ്യത തുറക്കപ്പെടുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയോടൊപ്പമുള്ള ആളുകളും അവരൊക്കെ ഈ എല്ലാവരുടെയും കാര്യങ്ങൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ, മുഖ്യമന്ത്രി, ഗവർണർ അടക്കമുള്ള ആളുകളാണ്. ഒപ്പം ഈ കാര്യത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം തന്നെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്സ്ലൈഡ് ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ, രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇതിനകം ഈ ദുരന്തത്തിന് ഇരകളായ, ജീവൻ നഷ്ടമായ ആളുകൾ, വസ്തുവകകൾ നഷ്ടമായ ആളുകൾ, അങ്ങനെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കണക്കാക്കുമ്പോൾ രാജ്യം സമീപകാലത്ത് നേരിട്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായി തന്നെ ഇത് പരിഗണിക്കാം. ഏറ്റവും വലിയ ദുരന്തം എന്ന് പരിഗണിക്കാനും കഴിയില്ലെങ്കിലും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നായി തന്നെ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ പരിഗണിക്കാം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവുമൊന്നുമില്ല. ആ നിലയ്ക്ക് ഇനി അങ്ങോട്ടേക്ക്, അത് ഈ പുനരധിവാസ പദ്ധതികൾ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടേക്ക് കേരളം ഇനി ഇത്തരം, അതായത് അതിതീവ്ര മഴ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന കേരളത്തിൽ നമ്മൾ ഇനി നേരിടാൻ പോകുന്ന പലതരം പ്രതിസന്ധികളെ ഏതെല്ലാം നിലയ്ക്ക് നമ്മൾ സമീപിക്കണം എന്നതടക്കമുള്ള വിഷയങ്ങൾ, അതായത് ഗവേഷണത്തിന് ഫണ്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഇനി അങ്ങോട്ടേക്ക്, അതായത് ഈ പ്രധാനമന്ത്രിയുടെ
പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനം സ്വാഭാവികമായും സംസ്ഥാനത്തിന് ഉറപ്പായും അതൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇവിടെ എത്തുകയും ഈ സന്ദർശനം നടത്തുകയും ചെയ്യുമ്പോൾ ഉറപ്പായും സംസ്ഥാനത്തെ സംബന്ധിച്ചൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിൻ്റെ യഥാവിധം അത് എത്രത്തോളം അതിൻ്റെ ആഴം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോജിച്ചുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ കൂടി സഹായവും ഇടപെടലുകളും ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് അർഹിക്കുന്ന ലെവലിൽ നമുക്ക് ആളുകളിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആളുകളിലേക്ക് വളരെ കൂടുതൽ എത്തിച്ചേരാൻ ഒപ്പം കൂടുതൽ ആളുകളെ ചേർത്ത് പിടിക്കാനൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ യോജിച്ച് സഹകരിച്ച് പദ്ധതി വിഹിതമൊക്കെ കൃത്യമായി സാമ്പത്തിക സഹായവും വിഹിതവും ഒക്കെ കൃത്യമായി നൽകുകയും അങ്ങനെ സഹകരിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകളെ കരുതലോടുകൂടി ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വലിയൊരു ദുരന്തത്തെ നമ്മുടെ നാട് നേരിട്ടിരിക്കുന്നു. എത്രയധികം മനുഷ്യർ യഥാർത്ഥത്തിൽ കാണാതായി പോയ മനുഷ്യരുടെ കണക്കുകളിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അപ്പോൾ എത്ര മനുഷ്യരെ നമുക്ക് ഇതിനകം നഷ്ടമായി എന്നത് പരിശോധിച്ചാൽ തന്നെ ഈ 11-ാം നാളും അല്ലെങ്കിൽ 12-ാം നാളും ദുരന്തത്തിന്റെ വേദന അടങ്ങാത്ത ദുരന്തഭൂമിയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ട ദുരന്തത്തിൽ ചീന്തിയെറിയപ്പെട്ടൊരു ഭൂമിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സമാശ്വാസമായി കണ്ണീരൊപ്പാൻ എത്തുന്ന കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്.